നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വെടിനിർത്തൽ ചർച്ചാ ശ്രമങ്ങൾക്കിടെ ഗാസയിലെ ആശുപത്രികൾ തകർത്ത് ഇസ്രയേലിന്റെ ആക്രമണം തുടരുകയാണ്. ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ മരണം 100 കടന്നു. ആശുപത്രികൾക്ക് നേരെയായിരുന്നു ഇസ്രയേലിന്റെ പ്രധാന ആക്രമണം. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ശ്രമം നടക്കുമ്പോഴാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ഗാസ അതിർത്തിയിൽ അൽ മവാസിയയിലായിരുന്നു ആക്രമണം നടത്തിയത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നും സൂചനകളുണ്ട്. ഗാസയിലെ ആശുപത്രികൾക്ക് നേരെയായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇതോടെ വടക്കൻ ഗാസയിലെ എല്ലാ ആശുപത്രികളും പ്രവർത്തനരഹിതമായി എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വടക്കൻ ഗാസയിലെ ബെയ്റ്റ് ലാഹിയയിലുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിനു നേരെ ഇസ്രയേൽ സൈന്യം നേരിട്ട് വെടിയുതിർത്തു. കൂടാതെ ജബാലിയയിലെ അൽ അവദ ആശുപത്രിയിലും ഷെല്ലാക്രമണമുണ്ടായി. ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ 5 മാധ്യമപ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടതായും വിവരമുണ്ട്. ക്രൂരമായ കുറ്റകൃത്യമെന്നാണ് ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണത്തോട് ഹമാസ് പ്രതികരിച്ചത്. ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ 464 പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തെ തുടർന്ന് ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ബെയ്ത്ത് ലാഹിയ പട്ടണത്തിൽ നിന്നും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് പേർ പലായനം ചെയ്തു. അമേരിക്കയുടെ നേതൃത്വത്തിൽ സമാധാന ചർച്ചകൾ പലതരത്തിലും പുരോഗമിക്കുമ്പോഴാണ് ഇസ്രയേൽ ആക്രമണം തുടരുന്നത്.